ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളെ ഈദ് വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം കുറേ ദിവസമായിട്ട് ഇടണോ വേണ്ടിയോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്തിരിപ്പായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഈദ് വ്ളോഗൊക്കെ മാത്രം ഉള്ള ക്ലിപ്സ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലേന്. അപ്പോൾ വളരെ എന്താ പറയുക കുറച്ച് ക്ലിപ്സ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ എന്താക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പം എനിക്ക് കുറച്ച് ഒരു 2-3 ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഈദ് വ്ളോഗ് ഇടാത്ത, ഈദ് വ്ളോഗ് എടുത്തിട്ടില്ലേ, എന്താ സുഖമില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാവൂളെ എന്നാൽ പിന്നെ ഇത് വ്ളോഗ് അപ്ലോഡ് ചെയ്തൊക്കെ കുറച്ചാണെങ്കിലും അത് വീഡിയോ ഒക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ മെഹന്തി ഇടുന്നത് ഇതിന് ഇട്ടിട്ടുണ്ടായതല്ല കേട്ടോ. അപ്പോൾ ഇതിനൊന്നുമുള്ള ടൈം ഉണ്ടായിട്ടില്ല. എനിക്ക് പൊതുവേ മെഹന്തി ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതിനൊന്നുള്ള ടൈം ഒക്കെ കിട്ടിയിട്ടില്ല. ഇതിപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം എൻ്റെ സിസ്റ്റർ കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പം എന്നെ പോലെ തന്നെ മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ തലേന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, അത് പോയ പിന്നെ ഇപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായ ഒരു ക്ലിപ്പാണ്. ഇതിൻ്റെ തലേന്ന് ഇട്ടതും ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഉണ്ടല്ലോ ഇതിൻ്റെ തലേദിവസം ഗ്രോസറി ഷോപ്പിംഗ് പിന്നെ കുറച്ച് ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പം നമ്മളിവിടെയുള്ള ഒരു മാളിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിന് കേട്ടോ മെഹന്തിയൊക്കെ. അപ്പം ഞാൻ ആടുന്ന് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ വീട്ടിലെത്തിയിട്ട് എന്തായാലും നമുക്ക് ചില്ലറ പണിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അതുകൊണ്ട് അന്നേരം ഇടാതെ ഇവിടെ വന്ന് പിന്നെ ആണെങ്കിൽ എനിക്ക് ഇടാനും പറ്റിയിട്ടില്ല. കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു 2 മണി 3 മണി ഒക്കെ ആകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായത്. കാര്യം എൻ്റെ സിസ്റ്റർ മോൾക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡാണ് പിറ്റേ ദിവസത്തേക്ക് ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പം മധുരം ഉണ്ടാക്കണമല്ലോ, അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെ മെഹന്തി ഇടാനൊന്നും നിന്നിട്ടില്ല. പെങ്ങളെ കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ഹാഫ് മൂവ് വരച്ച് തുടങ്ങിയതേന്. അങ്ങനെ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റാത്ത രസകനൊക്കെ ഉണ്ട്. അങ്ങനെ വരച്ച് ഇതാ ഇതുപോലെ ആയിട്ടുണ്ടേന്. അപ്പം എങ്ങനെയുണ്ട് രസമുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ പെരുന്നാളുടെ അന്ന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം രാവിലെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിന് എണീക്കുമ്പം. പിന്നെ എണീറ്റ പാടെ പെരുന്നാളുടെ അന്ന് മാത്രം കാണുന്ന ഒരു സംഭവമാണ് എണീറ്റ പാടെയുള്ള കുളി. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബെഡൊക്കെ ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചായൻ്റെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ചായ കൂടി കഴിഞ്ഞില്ല, ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുടിക്കാൻ അത്ര. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പെരുന്നാളിലൊന്നും നാസ്ത ഉണ്ടാക്കൂല. സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്, ഇപ്പം മന്തി ബിരിയാണി അത് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പം അതായിരിക്കും നേരെ കഴിക്കുക. അപ്പം ഇന്നിപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കാത്തത് ഷെപ്പിക്കാരുടെ വീട്ടിലും എൻ്റെ വീട്ടിലും നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവിടെയും കൂടി ആക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഷെപ്പിക്ക് പള്ളിയിലൊക്കെ പോയി വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേഗം രണ്ടാളെയും ഐസൂനെയും മാലിക്കുനെയും എണീപ്പിച്ച് കുളിപ്പിച്ച് മാറ്റി ഷെപ്പിക്ക് വരുമ്പോൾ തന്നെ ഒരുക്കി നിർത്തണം എന്നുണ്ടായിന്. അങ്ങനെ ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് ചായക്ക് കുടിച്ചിട്ടാ. അപ്പോൾ ചായക്ക് ഞാൻ പറഞ്ഞില്ല നമ്മൾ കാര്യമായി നാസ്തയായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല. അപ്പം ഇന്ന് ബ്രെഡ് പൊരിച്ചതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പള്ളിയിൽ പോയവർ വന്നപാട് തന്നെ നമ്മൾ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഷെപ്പിക്കാരുടെ വീട്ടിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അപ്പം അതിന് മുന്നേറ്റ് ഞാനും വേഗം ഒരുങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടാ. അപ്പം എൻ്റെ ഡ്രസ്സൊന്നും അയൺ ചെയ്തിട്ടുണ്ടായില്ല, അതൊന്ന് വേഗം അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മോശം സ്വഭാവമാണ് കേട്ടോ. എന്ത് സംഭവമാണെങ്കിലും എന്ത് കാര്യം തന്നെ ആണെങ്കിലും അത് അവസാന ടൈമിലേക്ക് വെക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പം അയൺ ചെയ്യുന്നത് ഇന്നലെ പകലൊക്കെ ഒരുപാട് സമയം ഉണ്ടായപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, പക്ഷെ എന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ടുള്ള കാര്യം എന്താ, അവസാന ടൈമിൽ ഇങ്ങനെ ശ്വാസം വിടാതെ ഓടാം. അങ്ങനെ ഫുള്ള് അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുളിയും കാര്യമൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് മാറ്റി ഒരുങ്ങിയാൽ മാത്രം മതി. അപ്പം എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കാണണ്ടേ, അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയട്ടാ. അപ്പം എനിക്ക് ഡെനിമിൽ ആരോ കൈവശം തന്ന പോലെയാണ്. എനിക്ക് കഴിഞ്ഞ പെരുന്നാളിൽ നിങ്ങൾക്ക് വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെനിമ തന്നെയായിരുന്നു. അപ്പോൾ ഈ പെരുന്നാളിൽ ഞാൻ ഡെനിമ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. പെരുന്നാളിലുണ്ടല്ലോ ആദ്യം ഡ്രസ്സ് എടുക്കണോ വേണ്ടിയോ എന്നുള്ള സംശയമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പി കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, പക്ഷെ എനിക്ക് കുറച്ച് ലൂസാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പത്തേനും തന്നെ ഷെപ്പിക്ക് എത്തിയിട്ടുണ്ട്. അപ്പം വേഗം തിരക്കാക്കുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ് എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? അപ്പം ഇത് കഴിക്കാൻ എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതെൻ്റെ ഉപ്പാൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ്. അപ്പോൾ ഉപ്പ പണ്ട് തൊട്ട് എൻ്റെ വീട്ടിൽ പെരുന്നാളിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാനും ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി അടക്കം എടുക്കണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തലേ ദിവസം രാത്രിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായത്. അപ്പാണ് അതിൻ്റെ ഒരു കറക്റ്റ് എന്താ പറയുക, നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം. അപ്പം അപ്പാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ വരിക. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഞാൻ പറഞ്ഞില്ല ഒന്നിനും ടൈം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. ഷെപ്പിക്ക വന്നപാട് തന്നെ ഐസൂനെയും മാലിക്കൂനെയും കൂട്ടിയിട്ട് താഴെ ഷെപ്പിക്കാരെ
വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനും പോവാൻ വേണ്ടി പോകിയത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഇങ്ങക്ക് ഈ ഒരു സംഭവം ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. കാണാൻ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അതേപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എപ്പെങ്കിലൊക്കെ റെസിപ്പി ഞാൻ ഇടാം. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇതാ താഴെ ഷെബിക്കാരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പോയ പാടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിന്. പിന്നെ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായി. എനിക്ക് ബിരിയാണിയുടെ കൂട്ടത്തിൽ ഇപ്പൊ കൂടുതൽ ഇഷ്ടം ബീഫ് ബിരിയാണിയാണ്. അപ്പൊ അങ്ങനെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും തൈരും അച്ചാറും ഒക്കെ കൂട്ടി ലാസ്റ്റ് നമ്മള് ഫ്രൂട്ട് സലാഡും കൂടി കഴിച്ച് വയറ് ഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു 11:30 അങ്ങനെ അതിനിട്ടാ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഉച്ചയുമ്പത്തേനും എന്റെ വീട്ടിലേക്ക് പോവാന്നാട്ടാ വിചാരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ വേഗം ഒരു തട്ടിക്കൂട്ട് ഒരുക്കൊക്കെ അങ്ങനെ ഒരുങ്ങണം. വലിയ പുട്ടിയുടെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഒരുങ്ങാനെല്ലാം പറ്റും. അപ്പൊ ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ട് ഒരുങ്ങുന്നുള്ളത്. അപ്പൊ ഈ വാസ്ലിന്റെ ഗ്ലൂട്ടാ ഹൈ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. യൂസ് ചെയ്യുന്നതിന് മുന്നേറ്റ് ഞാൻ ആദ്യം കുറച്ച് ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ നമ്മള് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ എന്റെ കയ്യിലുള്ള ഈ 2 ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യില്ല. അപ്പൊ രണ്ടിന്റെ കറക്റ്റ് ഷെയ്ഡല്ല. മിക്സ് ചെയ്യുമ്പോൾ പിന്നെയും ഓക്കെ ആയിട്ട് ഇട്ടുട്ടാ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഐലൈനർ എഴുതണം. ഐലൈനർ എഴുതാൻ കലാപരമായിട്ടുള്ള നല്ല കഴിവാണ്. എനിക്കാണെങ്കിൽ അതൊട്ടില്ല. ഒന്ന് എങ്ങോട്ടോ എഴുതുമ്പോൾ ഒന്ന് വേറെ എങ്ങോട്ടോ പോകും. എപ്പോൾ എന്നെ അങ്ങനെയാണെന്ന് ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് 2 ഭാഗത്തും ഓരോ ചെറിയ വാല് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. ഉണ്ടല്ല കറക്റ്റ് ചൈനക്കാരെ പോലത്തെ കണ്ണാന്ന്. അതുകൊണ്ട് തന്നെ ഐലൈനർ ഇട്ടിട്ടും മസ്കാര ഇട്ടിട്ടും ഒന്നിട്ടിട്ടും ഒരു കാര്യമില്ല. കണ്ണൊരു എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇടുങ്ങിയ ഒരു വര മാത്രം ഉണ്ടാവില്ല. അത് ഉറങ്ങി എണീറ്റിട്ടൊക്കെ ആണെങ്കിൽ കണ്ണേ ഉണ്ടാവില്ല. കണ്ണില്ലാത്ത ആളെ മാതിരിയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ്, പിന്നെ കുറച്ച് ഹൈലൈറ്റർ, പിന്നെ നമ്മളെ മെയിൻ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലൊന്നും ഇട്ടിട്ടില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക് ഇടാണ്ട് പറ്റൂല. അങ്ങനെ ഞാനിതാ മാസിന്റെ ഗേൾ പവറും പിന്നെ മേബലൈൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ മാസിന്റെ ഗേൾ പവർ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതുകൂടി ഇടുമ്പം കുറച്ചൊരു നല്ല ഷെയ്ഡായിട്ട് എനിക്ക് തോന്നും കേട്ടോ. അപ്പം മാസിന്റെ ഗേൾ പവർ മാത്രമായാലും അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗോൾഡൻ ആക്സസറീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിന്. ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായത് മീഷോന്നാണ് കേട്ടോ. അപ്പം ഇതൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ നിങ്ങളോട് വാങ്ങാൻ വേണ്ടി പറയില്ല. കാര്യം ഞാൻ ഒറ്റ സെറ്റപ്പം തന്നെ ഇതിൻ്റെയൊക്കെ കളർ ഫേഡ് ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് നിങ്ങളോട് ഇതൊന്നും ഞാൻ വാങ്ങാൻ വേണ്ടി പറയില്ല. പിന്നെ ഈ ഒരു വാച്ച് ഉണ്ടല്ല എനിക്ക് ഇപ്പം എന്താ പറയുക, തായില് ശരിക്കാരെ വീട്ടിൽ പോയപ്പം ഉപ്പ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പം അതും അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ ഹിജാബും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു കളർ ഹിജാബാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിന് വേണ്ടി എടുത്തിട്ടുണ്ടായത്. ഇത് നമ്മളെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജേഴ്സി ഹിജാബാണ്. എനിക്ക് എന്താ പറയുക, ഒറ്റയ്ക്ക് കിട്ടപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഫാൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് 2-3 കളേഴ്സ് കൂടി വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ജേഴ്സി ഹിജാബ്സ്. അപ്പം അതുകൂടെ ഇപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഫോട്ടോസ് എടുത്ത് നാട്ടുകാരെ കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഉറപ്പ് വരില്ലല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പം അതിന് മുന്നേ നമുക്ക് ഇവിടെയുള്ള കുറച്ച് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്ബേഴ്സിൻ്റെ വീട്ടിൽ, പിന്നെ ഇവിടെ നമ്മളെ മൂത്തമാരെ വീട്ടിൽ അങ്ങനെയൊക്കെ കയറാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. ഈ ഒരു ഐറ്റം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു മുതലാണ് കേട്ടോ അത്. അപ്പം അതൊക്കെ ഇട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഐസൂൻ്റെയും മാലിക്കുൻ്റെയും ഫോട്ടോ എടുക്കാനില്ല കഷ്ടപ്പെടാന്ന് കേട്ടോ നിങ്ങൾ കണ്ടത്. ഇപ്പൊ രണ്ടാളും വേറെ വൈബിലായോണ്ട് ഒരൊറ്റ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ നേരെ മൂത്തമാരെ വീട്ടിലേക്ക് പോയിട്ടാ. അവിടുന്ന് പിന്നെ കസിൻസ് ഒക്കെ ആയിട്ടൊന്ന് കൂടി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ഇവിടുത്തെ നെയ്ബേഴ്സിൻ്റെ ഒക്കെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പൊതുവേ ഉള്ളൊരു അവസ്ഥ വെച്ച് ഈ ഒരു ടൈമിനൊന്നും നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങലേ ഇല്ല കേട്ടോ. കാര്യം നമ്മൾ 2 വീലാണ് പോകുന്നത്. ഇല്ല വെയിൽ തികച്ചും കൊണ്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ചത്ത് കുത്തിരിക്കേണ്ടി വരും. ഇപ്പം പെരുന്നാളാണ്, പോവാതിരിക്കാനൊന്നും ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനും കൂടി ഉണ്ട്. കയ്യിൽ മെഹന്തി ഇടാനൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ നെയിൽസിൽ ഒരാഴ്ച മുന്നേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല കിഡിലൻ സ്റ്റെയിൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഹെന്ന ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായത് അറേബ്യൻ ഹെന്ന എന്ന് പറയുന്ന പേജിൽ നിന്ന് കേട്ടോ. ഞാൻ ഇവിടെ ജസ്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിട്ടാ. ഇപ്പം അങ്ങോട്ട് കല്യാണം സീസൺ അല്ലേ, അപ്പം ഇങ്ങൾക്ക് ഇത് ആവശ്യം വരും. പിന്നെ നമ്മൾ നേരെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു ബോഗൻവില്ലയുടെ സൈഡ് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറച്ച് അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം കേട്ടോ. കുറേ ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചത്, പക്ഷെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടെങ്കിലും കിട്ടിയ ഫോട്ടോ രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ വിട്ട് എൻ്റെ വീട്ടിലേക്ക്. തിരക്ക് പിടിച്ച് നട്ടുച്ച വെയിലും കൊണ്ടിട്ട് പൊരിഞ്ഞിപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് വല്ല കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാവരെയും കാണാം, ഫുഡ് കഴിക്കുക, വേണേ കിടന്നുറങ്ങുക. ഈ ചൂടിന് പോകുമ്പം അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈം സോഡയൊക്കെ വലിച്ച് കയറ്റുന്നുണ്ടായിന്. അപ്പം ഇതില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല. പെരുന്നാളിപ്പം പ്രത്യേകിച്ച് ട്രിപ്പൊന്നും കൊണ്ട് കാര്യമൊന്നുമില്ല. എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഓടി വന്നാൽ തന്നെ ഒരു ട്രിപ്പൊക്കെ പോയ മൂടാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉമ്മ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിന്. അപ്പം ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നിട്ടില്ലേ. വീടിന്ന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അച്ചാറ് തൈരൊക്കെ ഉണ്ടായിനി. പക്ഷെ അച്ചാറും തൈരും എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്.
ആക്കിയിട്ടുണ്ട്. പെരുന്നാളായി കഴിഞ്ഞുണ്ടല്ല രാവിലെയും ഉച്ചക്കും വൈകുന്നേരം 3 നേരം ബിരിയാണി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിന്റെ ബാക്കി ബിരിയാണി തിന്ന് നമ്മൊരു വൈക്കം. പിന്നെ ഇന്ന് കസിൻസിന്റെ വീട്ടിലൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിന് വന്നിട്ടില്ല. എല്ലാവരും എടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതിന്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ രാത്രി ഫുഡും കൂടി കഴിച്ചിട്ടേനും പിന്നെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായത്. പിന്നെ നമ്മളെ വീട്ടില് ഒരു ഗുഡ് ന്യൂസ് ഒക്കെ ഉണ്ട്. എന്താന്നല്ലേ, അതിപ്പോ നമ്മളെ വീട്ടില് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുതിയ 2 ആൾക്കാർ വരുന്നും ഉണ്ട്. നമ്മളെ വീട്ടില് മുകളിലെ ഒരു റൂം അമ്മ യൂസ് ചെയ്യില്ല, നമ്മൾ തുണിയൊക്കെ വിരിച്ചിടാനാട്ടാ യൂസ് ചെയ്യല്. അപ്പൊ ആ ഒരു റൂമിൽ ആദ്യം ഇവരൊരു കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്റെ അശ്രദ്ധ കാരണം അത് പൊട്ടിപ്പോയി. വീണ്ടും ഇവര് എന്റെ ഐസുവിന്റെ ഒരു ട്രൗസറിന്റെ മുഖത്ത് കൂടി കെട്ടിയിട്ടാ. അപ്പൊ അത് ഞാൻ തകർക്കാൻ പോയില്ല. ഞാനൊരു മൂലയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ട് നമ്മ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രക്കുള്ളൂനും നമ്മളൊരു ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞൊരു വ്ളോഗാക്കാൻ മാത്രം തന്നെ ഉണ്ടായിട്ടില്ല, പിന്നെ നമ്മളിത് തട്ടിക്കൂട്ടി ഒരു വ്ളോഗൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടാ. അപ്പോൾ ഓക്കേടാ.